എന്റെ സാറേ, ഇവർക്ക് എന്നോട് അല്പം പകയുണ്ട്. ഞാൻ ഇവരോടൊന്നും ചെയ്തിട്ടൊന്നുമല്ല. കണിമംഗലം എന്ന തറവാട് നഷ്ടപ്പെടുമെന്നും പറഞ്ഞ് ഇവരാകാശം നോക്കിയിരുന്നപ്പോ ഞാൻ ദേ ഈ ചന്ദ്രശേഖരനൊരു വാക്കു കൊടുത്തു. അത് തിരിച്ചു പിടിക്കാന്ന്. തിരിച്ചു പിടിച്ചു. എനിക്കതിന്റെ കാരണം ഒന്ന് മനസ്സിലാക്കി തരാവോ? മനസ്സിലാക്കി തരാം. ഹൂ ഈസ് ബെഞ്ചമിൻ? സാറയുടെ സഹോദരൻ, ചന്ദ്രശേഖരന്റെ ഉറ്റമിത്രം. കറക്റ്റ് അല്ലേ? ബെഞ്ചമിൻ എന്റെ വളരെ അകന്ന ബന്ധത്തിലുള്ള ഒരാളാ. സഹോദരൻ എന്ന് പറയുന്നതിന് വലിയ തെറ്റൊന്നുമില്ല. ശ്യാമ മേഡത്തിനെയും അമൃത മേഡത്തിനെയും തട്ടിക്കൊണ്ടുപോയത് ബെഞ്ചമിനാണ്. ഇപ്പോ അമൃത മേഡത്തിനെ കൊന്നതും അതേ ബെഞ്ചമിനാണ്. ബെഞ്ചമിൻ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇല്ല സർ. ആക്ച്വലി ബെഞ്ചമിനുമായി എനിക്ക് വലിയ കണക്ഷൻ ഒന്നുമില്ല. സാറ് ചോദിച്ചപ്പോ ബന്ധം നിഷേധിക്കാതിരുന്നത് എന്റെ മാന്യത കൊണ്ടാ. സർ, ബെഞ്ചമിനെ കണിമംഗലത്തിന്റെ ഓഫീസിൽ കൊണ്ടിരുത്തിയത് ഇവരുടെ ഗൂഢാലോചനയാ. ബെഞ്ചമിൻ വഴിയാണ് കണിമംഗലം ഇവർ തകർത്തത്. ബെഞ്ചമിന്റെ തന്ത്രങ്ങൾ കൊണ്ടാണ് കണിമംഗലം ഇവർ പിടിച്ചടക്കിയത്. ഇവർക്കറിയാം സർ ശ്യാമ മാഡത്തിനെ കുറിച്ച്. ഇവർക്കെല്ലാം അറിയാം. ഇവരല്ലാതെ വേറൊരു ശത്രു എന്റെ അമ്മയ്ക്കില്ല. സർ, ഇവരെ വെറുതെ വിടരുത്. ഇനി നിങ്ങൾ പറ, ശ്യാമ മേഡത്തിനെ കുറിച്ചുള്ള പരിപൂർണ വിവരങ്ങൾ എനിക്ക് കിട്ടിയേ പറ്റൂ. ഐ എം സോറി സർ. ബെഞ്ചമിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ശ്യാമ മേഡത്തിനെ എങ്ങനെയെങ്കിലും ഞാൻ ഉപദ്രവിക്കണമെങ്കിൽ എനിക്കതുകൊണ്ട് എന്താ നേട്ടം? അല്ലെങ്കിൽ പോട്ടെ, എന്നെ സംശയിക്കണമെങ്കിൽ തെളിവ് വേണ്ടേ? എന്താ സാറിന് ബോധ്യപ്പെട്ട ആ വിശേഷമായ തെളിവ്? സാറിന് ഇവരുടെ വാക്ക് കേൾക്കാം. എന്നെയും ഈ നിൽക്കുന്ന ചന്ദ്രശേഖരനെയും അറസ്റ്റ് ചെയ്യാം. ഞങ്ങൾ തടസ്സം പറയില്ല. പക്ഷെ ഞാനോ ചന്ദ്രശേഖരനോ ഇതിൽ ഇൻവോൾവ് ആണെന്ന് കാണിക്കാൻ ജസ്റ്റ് സിംഗിൾ എവിഡൻസ് സാറ് കാണിച്ചേ പറ്റൂ. തൽക്കാലം തെളിവുകൾ എന്റെ ഇല്ല. പക്ഷേ ഈ അന്വേഷണം അവസാനിക്കുമ്പോ തെളിവുകൾ എന്റെ ഉണ്ടാവും. എങ്കിൽ പിന്നെ അന്വേഷണം അവസാനിപ്പിച്ച് കൃത്യമായ തെളിവുകളും കൊണ്ട് പോരെ സാർ ഈ വരവും അറസ്റ്റ് ചെയ്യൂന്നുള്ള ഭീഷണിയൊക്കെ? ദേ സാറേ, ദേ ഇവര് പിള്ളേരാ. അവരാവേശം കൊണ്ട് പലതും പറയും. പക്ഷേ സാറിനെ പോലൊരാള് ഇവരുടെ വാക്കും കേട്ട് ഇറങ്ങി പുറപ്പെടാൻ പാടുണ്ടോ? എന്റെ സാറേ, ഇവർക്ക് എന്നോട് അല്പം പകയുണ്ട്. ഞാൻ ഇവരോടൊന്നും ചെയ്തിട്ടൊന്നുമല്ല. കണിമംഗലം എന്ന തറവാട് നഷ്ടപ്പെടുമെന്നും പറഞ്ഞ് ഇവരാകാശം നോക്കിയിരുന്നപ്പോ ഞാൻ ദേ ഈ ചന്ദ്രശേഖരനൊരു വാക്കു കൊടുത്തു. അത് തിരിച്ചു പിടിക്കാന്ന്. തിരിച്ചു പിടിച്ചു. അവിടെ തോറ്റുപോയതിന്റെ ക്ഷീണമാ ഇവർക്ക് രണ്ടുപേർക്കും. അതുകൊണ്ടാ സ്വന്തം അമ്മയെ കാണാത്ത കുറ്റം പോലും എന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം. സാറ് വിലങ്ങ് കയ്യിലെടുത്താ ഞാൻ ദേ കൈ നീട്ടിത്തരാം. പക്ഷെ 1 മണിക്കൂറിനുള്ളിൽ നിരപരാധികളെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് സാറിന് മീഡിയാസിന് മുന്നിൽ പറയേണ്ടി വരും. കോടതിയിൽ സമ്മതിക്കേണ്ടി വരും. ഒരുപക്ഷെ അതിനുള്ള ശിക്ഷയും സാറിന് കിട്ടും. വരുൺ, സത്യത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ നമ്മുടെ ഇപ്പോ ഇല്ല. അല്ലാതൊരു അറസ്റ്റിന് പോയിട്ട് പ്രയോജനവുമില്ല. സോ അന്വേഷണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. സർ, നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോട് കാത്തിരിക്കാൻ രാധിക. ഈ കുറ്റം ചെയ്ത യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാനും ശ്യാമ മേഡത്തെ ജീവനോടെ കണ്ടെത്താനും.
ഏയ്, ഹ്, ഈ വരവിന് ഞാൻ എങ്ങനെയാ നിങ്ങളെ ട്രീറ്റ് ചെയ്യണ്ടേ? ഞാൻ കണിമംഗലം ഏറ്റെടുക്കുമ്പോ നിങ്ങളുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ ഒരു വഴിപോക്കരുടെ വില പോലും ഇല്ലാതെ ആ വീടിന്റെ ഉമ്മറത്ത് നിൽക്കുമായിരുന്നു. പക്ഷേ ലേലം വിളിച്ചെടുത്ത കണിമംഗലം വീട്ടിൽ പരമേശ്വരനും പത്മിനിയും ജയഭാരതിയും ഉണ്ടാവണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചു. ജീവിതത്തിന്റെ സായാഹ്നം വരെ തറവാടിന്റെ പ്രൗഢിയോടെ ജീവിച്ചവരെ ഒറ്റ സുപ്രഭാതത്തിൽ തെരുവിലേക്കിറക്കി ഭിക്ഷ എടുപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ. ആ എനിക്ക് നേരെയാ നിങ്ങൾ ആരോപണം ഉന്നയിച്ചത്. ആ എനിക്കെതിരെയാ. എന്റെ ഓഫീസിലാണ് നിങ്ങൾ ACP കൊണ്ട് ഷോ കാണിക്കാൻ വന്നത്. വെറുതെ വിടൂന്ന് കരുതുന്നുണ്ടോ? ഈ സാറ് വെറുതെ വിടൂന്ന് തോന്നുന്നുണ്ടോന്ന്? ഇതിന് കണക്ക് പറയേണ്ടി വരും. നിർത്തണം മാഡം. വളരെ ഭംഗിയായിട്ട് കുറച്ച് വാചകങ്ങൾ അങ്ങ് സംസാരിച്ചു. നിങ്ങൾ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം പോലും ആവില്ല. അമൃത മഠം കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും ശ്യാമ മഠത്തിന് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടെങ്കിലും അതിന്റെ പുറകില് നിങ്ങൾ തന്നെയാ. എന്തിനാ എന്റെ വല്യമ്മയെ കൊന്നത്? എന്റെ അമ്മ എവിടെ? എവിടെയാ നിങ്ങൾ എന്റെ അമ്മയെ കെട്ടിപ്പൂട്ടിയിട്ടിരിക്കുന്നത്? പറയാൻ തുടരുത്, തൊട്ടുപോകരുത്. നീങ്ങിക്കാണ്ട് നീങ്ങിരിക്കാൻ. എവിടെ എന്റെ അമ്മ കെട്ടിപ്പൂട്ടിയിട്ടിരിക്കുന്നേ? എന്റെ അമ്മ എവിടെ? എന്റെ അമ്മ എവിടെ? സാറമ്മയുടെ നിങ്ങളിത് ഓർമ്മ വെച്ചോ. എന്റെ അമ്മയെ ഞാൻ കണ്ടെത്തും. എന്റെ അമ്മയെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഇന്ന് നിങ്ങൾ രക്ഷപ്പെട്ടത് തെളിവ് ചോദിച്ചിട്ട്. പക്ഷേ ഒരിക്കൽ നിങ്ങൾ ആവശ്യപ്പെട്ട തെളിവുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും. നോക്ക്, അർഹതയില്ലാത്ത ജയം എല്ലാ കാലത്തും കൂടെ ഉണ്ടാവുമെന്ന് കരുതരുത്. നിങ്ങളുടെ സമയം കഴിഞ്ഞു മാഡം, അത് ഉറപ്പാ.